ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് അല്ലേ? ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ നമ്മത് മനഃപൂർവ്വം പറയല്ല. ആ ദേഷ്യത്തില് പല വാക്കുകൾ പറയാൻ പറ്റാത്ത ചിലപ്പോൾ വാക്കുകൾ പറഞ്ഞു നിൽക്കും. വെറും ഒരു മിനിറ്റ് നേരത്തിന്, അതും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തിൽ പല ബന്ധങ്ങൾ ചിലപ്പോൾ ആ ദേഷ്യത്തിൽ വരുന്ന വാക്കുകളിലൂടെ പോയേക്കാം. എല്ലാ ദേഷ്യം കഴിയുമ്പോഴായിരിക്കും നമ്മൾ എല്ലാം റിലാക്സായി ആ ദേഷ്യമൊക്കെ മാറുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ദേഷ്യം എല്ലാം ശാന്തമാവുമ്പോഴേക്കും നമ്മുടെ പല ബന്ധങ്ങൾ പോയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞ അവര് മനസ്സിനെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് പല വാക്കുകൾ നമ്മൾ പറഞ്ഞ അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവര് നമ്മളെ വെറുത്തേക്കാം ആ ഒരു മിനിറ്റ് നേരം കൊണ്ട്, ആ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം അതിനെ കുറിച്ചാണ്. നമുക്ക് ആ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള 5 വഴികളെ കുറിച്ചാണ് പറയാവുന്നത്. ഒരു ലളിതമായ വഴികളാണ്. അപ്പൊ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് 10 സെക്കൻഡ് നിയമം. 10 സെക്കൻഡ് നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതെന്തായിരിക്കും, എന്ത് നിയമമാണ് എന്നൊക്കെ ആലോചിക്കില്ലേ? അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നിയമമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ തിരിച്ചു പ്രതികരിക്കാതെ, തിരിച്ചു മറുപടി പറയാതെ ഒരു 10 വരെ നമ്മൾ എണ്ണുക. 1, 2, 3 അങ്ങനെ 10 വരെ നമ്മൾ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ അടുത്ത് അവര് ദേഷ്യത്തോടെ പറഞ്ഞാൽ കൂടി, തിരിച്ച് നല്ല ദേഷ്യം വന്നാലും പ്രതികരിക്കാൻ തോന്നിയാൽ കൂടി നമ്മൾ അത് പ്രതികരിക്കാതെ 10 വരെ നമ്മ എണ്ണ. ഈ 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 10 സെക്കൻഡ് കൊണ്ട് നമ്മുടെ തലച്ചോറിലെ ദേഷ്യത്തിന്റെ തീവ്രത കുറയുകയും തിരിച്ച് നമ്മൾക്ക് ദേഷ്യത്തോടെ പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ദേഷ്യം വരില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ആഴത്തിൽ ശ്വാസം എടുക്കുക. എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് നമുക്ക് ദേഷ്യം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും ഇല്ലേ? അപ്പോൾ ഹൃദയമെടുപ്പ് നമ്മൾ കൂടുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കുകയാണ് എല്ലാവരും ചെയ്യുക. തിരിച്ച് അതിനുള്ള ദേഷ്യപ്പെടുകയാണ് എല്ലാവരും ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യാതെ നമ്മൾ കണ്ണടച്ച് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് വായിൽ കൂടെ പുറത്തു വിടുക. മെല്ലെ സാവധാനം പുറത്തു വിടുക. ഇങ്ങനെ മെല്ലെ സാവധാനം ശ്വാസം പുറത്തു വിടുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നല്ല ശാന്തമായി, നിങ്ങളുടെ ദേഷ്യമൊക്കെ മാറും, റിലാക്സ് ആവും. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സ്ഥലം മാറുക. നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്തത്ര ദേഷ്യം വരും ചിലപ്പോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് നിന്ന്, അവരോട് സംസാരിക്കുന്ന അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. സ്ഥലം മാറി നമുക്ക് വേറെ വെള്ളം പോയി കുടിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. അവരോട് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒഴിഞ്ഞു മാറിയതിനു ശേഷം നമുക്ക് മനസ്സൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അവരോട് സംസാരിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സംസാരിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. നമ്മൾ ദേഷ്യത്തോടെ പറയുന്ന പല വാക്കുകളും ചിലപ്പോ അത് അവരെ കൂടുതൽ വിഷമിപ്പിച്ചേക്കാം. അത് ആവശ്യമാണോ, അങ്ങനെ പറയണോ എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. അവർക്ക് എത്രത്തോളം വിഷമമാവും. ചിലപ്പോൾ ആ ബന്ധം തന്നെ ഇല്ലാതാവാം ആ ഒരു സെക്കൻഡ് കൊണ്ട്. അതുകൊണ്ട് നമ്മ അത് ചിന്തിച്ചതിന് ശേഷം സംസാരിക്കാതിരിക്കുക. നമ്മ ഒരിക്കലും അവരിനെ വേദനിപ്പിക്കരുത്. അവർക്ക് വേദനിക്കും എന്ന് നമ്മ മനസ്സിലൊന്ന് ചിന്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. അവരോട് സംസാരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ദേഷ്യം വരുമ്പോഴുള്ള ഏറ്റവും നല്ല മരുന്ന്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റ്, നമുക്ക് ദേഷ്യം വരുമ്പോൾ മനസ്സുകൾ മാറ്റുക എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം, നല്ല ദേഷ്യം കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മ പ്രതികരിക്കാതെ വേഗം മാറി, ഒന്നില്ലെങ്കിൽ ജോലി എന്തെങ്കിലും. ചിലവർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലേ.
കുക്കിംഗ് ചെയ്യുക, ചിലവർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ചിലവർക്ക് അതും അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ വേറെ വല്ല ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, എന്തെങ്കിലും ജോലി ചെയ്യുക, ചിത്രം വരയ്ക്കാം, അങ്ങനെയൊക്കെ പല കഴിവുള്ള അതേപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള ജോലികളുണ്ട്. അതിൽ നമ്മൾ ഏർപ്പെടുക. നമ്മൾ തിരിച്ച് പ്രതികരിക്കാതെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓരോ ജോലിയും എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അപ്പൊ നമ്മുടെ ദേഷ്യം ആ ഒരു മൈൻഡ്, ഒരു ദേഷ്യമുള്ള ആ ഒരു മൈൻഡില്ലേ, അതൊരു പെട്ടെന്ന് തന്നെ ദേഷ്യം കുറയും, നമുക്ക് മനസ്സൊക്കെ റിലാക്സ് ആവും. വെറും 1 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊക്കെ ശാന്തമാവും, ദേഷ്യമൊക്കെ കുറയും, പഴയ പോലെ തന്നെ ആവും. ദേഷ്യം എന്നുള്ളത് എല്ലാവർക്കും വരുന്നത് ഒരു സ്വാഭാവികമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ദേഷ്യം നമ്മളെ ഒരിക്കലും നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ബന്ധങ്ങളും നമ്മൾക്ക് നഷ്ടമായേക്കാം. നമുക്ക് പറയാൻ പറ്റാത്തതും നമ്മൾ പറഞ്ഞേക്കാം, പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ദേഷ്യത്തിനെ നിയന്ത്രിക്കണം, അല്ലാതെ ദേഷ്യം നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.